എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഹെയർ ഫോൾ തന്നെയാണ്. ഹെയർ ഫോളിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോഴിവിടെ വരുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എൻ്റെ ഹെയർ ഫോളിൻ്റെ കാരണം അവരുടെ മുടിയുടെ ടെക്സ്ചറും അതിൻ്റെ ഡെൻസിറ്റി, പെറോസിറ്റി ഇതൊന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് സ്മൂത്തനിങ്, കെരാറ്റിൻ, കളറിങ്, ഹൈലൈറ്റ്സ്, അങ്ങനെ പോകുന്നു അതിൻ്റെ ഒരു നീണ്ട നിര. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഇവർ ചെയ്യുന്ന ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മുടിക്ക് ഒട്ടും നല്ലതല്ല. മുടി ഡ്രൈ ആവും, പിന്നെ അത് കഴിഞ്ഞ് പൊട്ടിപ്പോവും, ഹെയർ ഫോൾ ഉണ്ടാവും, ഇത്രയും കാരണങ്ങളുണ്ടാവും. അതുകൂടാതെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹോം കെയർ കൊടുക്കണം. ഒരു 3 മാസമെങ്കിലും അടുപ്പിച്ചൊരു ഹെയർ സ്പാ കൊടുക്കേണ്ടതുണ്ട്. ഇത് മുടി ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് കാണുമ്പോൾ അതിന് നല്ലൊരു ഭംഗി തോന്നും. പക്ഷെ ഇത് കഴിയുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഹോട്ട് ഓയിൽ ഗാർലിക് സ്പാ, അതല്ലെങ്കിൽ അവക്കാഡോ ഗാർലിക് സ്പാ. അതിനു മുൻപ് വളരെ നല്ലൊരു ഹെർബൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നത്. ഈ വളരെ കൂടുതൽ ഒരു ഡ്രൈ ഹെയർ ആണെങ്കിൽ അവക്കാഡോ സ്പായാണ് നല്ലത്. അതുകൂടാതെ തന്നെ ഹെയർ ഫോളിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണങ്ങളിൽ പലതും PCOD, അയൺ ഡെഫിഷ്യൻസി, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകും. ഇതിനെല്ലാത്തിനും പുറമെ, ഈ ട്രീറ്റ്മെൻറ്റിന് പുറമെ ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ഒരു കമ്പനിയാണ് സീറോഹാം. അതിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതെല്ലാം വിഷം കലർന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ നിന്നും നമ്മളുടെ മുടിക്ക് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനായ ആവശ്യമായ ഒരു വൈറ്റമിൻസും മിനറൽസും ഒന്നും തന്നെ നമ്മൾക്ക് കിട്ടുന്നില്ല. അവിടെയാണ് സീറോഹാം ഫുഡ് സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കേണ്ടതിൻ്റെ ഒരാവശ്യകത വരുന്നത്. അതിൽ മുടിക്ക് വേണ്ടി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കണം. അതൊരു കോഴ്സായിട്ട് തന്നെ കഴിക്കണം. 3 മാസം ഇടവിട്ട്, പിന്നെ ഒന്ന് നിർത്തിയിട്ട്, പിന്നെ 3 മാസം കഴിയുമ്പോൾ പിന്നെ ഈ ഫുഡ് സപ്ലിമെന്റ് ബയോട്ടിൻ ഇത് കഴിക്കണം. ഇത് കൂടാതെ കൊളാജൻ, ഇത് സ്കിന്നിനും ഹെയറിനും നെയിലിനും ഒരുപോലെ നല്ലതാണ് ഈ ഫുഡ് സപ്ലിമെന്റ്. പിന്നെ PCOD ഉണ്ടെങ്കിൽ PCODക്കും ഫുഡ് സപ്ലിമെന്റ് ഉണ്ട്. അതാണ് ഇത് PCODയുടെ ഫുഡ് സപ്ലിമെന്റ് ആണ്. അടുത്തതായി വൈറ്റമിൻസും മിനറൽസും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമ്മൾക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ടാവും. ഇത് അയൺ ഡെഫിഷ്യൻസിക്കുള്ളതാണ്. ഇതിൽ സിങ്കും കൂടെ ഉണ്ട്. ഈ അയൺ, സിങ്ക്, കോപ്പർ, ഇതിനെല്ലാം ട്രേസ് മിനറൽസ് എന്നാണ് പറയുന്നത്. ട്രേസ് മിനറൽസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള മിനറൽസ് ആണ്. പക്ഷെ ഇതിൻ്റെ കുറവ് കൊണ്ടും നമ്മൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകാം. ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾക്ക് സ്ട്രെസ്സും ഉറക്കക്കുറവും ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. സ്ട്രെസ്സും ഉറക്കക്കുറവിനും വേണ്ടി നമ്മൾ സീറോഹാമിൻ്റെ അശ്വഗന്ധ എന്ന് പറഞ്ഞ ഈ ഫുഡ് സപ്ലിമെന്റ് വളരെ നല്ലതാണ്. ഇത് കഴിച്ചിട്ട് പലരുടെയും ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക്. പിന്നെ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീപ്പീസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് സപ്ലിമെന്റും ഉണ്ട്. ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിലും അതിന് എല്ലാത്തിനും വേണ്ട ഫുഡ് സപ്ലിമെന്റ്സ് സീറോഹാമിലുണ്ട്. അപ്പൊ ട്രേസ് മിനറൽസ് എന്താണ്? മിനറൽസിന്റെ, വൈറ്റമിൻസിന്റെ അഭാവം കൊണ്ട് നമ്മൾക്ക് ഹെയർ ഫോളിനെ ഏത് വിധത്തിലാണ് ബാധിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ നമ്മൾക്ക് ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എക്സർസൈസ് ചെയ്തിരിക്കണം. അതിനു പുറമെ ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരു 3 മാസത്തിനുള്ളിൽ നമ്മൾക്ക് നമ്മളുടെ ഹെയർ ഫോൾ കുറയ്ക്കാം. അപ്പം നമ്മളുടെ മുടി നാച്ചുറലായിട്ട് എങ്ങനെ മുടിയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് മുടി നമ്മളുടെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി.